ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. വീഡിയോ എല്ലാവരും എന്നും പറയുന്ന പോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. നമ്മുടെ പുതിയ കത്തി വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മൂർച്ചയൊക്കെ പോവാറുണ്ട് അല്ലേ. എന്നാൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പുതിയൊരു കത്തി വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ വീട്ടിലെ കത്തി നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസിനെ വെച്ചിട്ട് നമുക്ക് ഷാർപ്പൻ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ടിപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടൊന്ന് ഐസാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് എനിക്ക് പിടിക്കാനുള്ള സൗകര്യത്തിനായിട്ട് സോക്സിലേക്കാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മൂർച്ച കുറഞ്ഞുള്ള കത്തി ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കുറച്ച് സമയം നമ്മളിതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ലൊരു റിസൾട്ടുള്ള ടിപ്പാണ്. 5 പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇത് ചെയ്യുമ്പോൾ മൂർച്ച കൂടി കിട്ടുക മാത്രമല്ല നമ്മുടെ കത്തിയുടെയൊക്കെ ബാക്കിൽ സൈഡുകളിലൊക്കെ ആയിട്ടൊരു കറുപ്പ് അഴുക്ക് വരാറുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരു ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു കത്തിയുടെ സൈഡൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഷാർപ്പൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സവാളയിലൊന്നും കത്തിയിലുള്ള അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം കത്തിയെടുക്കുമ്പോൾ കഴുകാതെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഭാഗത്തൊക്കെ കറുപ്പ് പാടുകൾ വരാറുണ്ട്. പക്ഷേ ഇത് കണ്ടില്ലേ, ഞാൻ അങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് തന്നെ എനിക്ക് കത്തി നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി രണ്ടാമത്തെ ടിപ്പിലോട്ട് പോകാം. പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ട് അവസാനമാകുമ്പോഴേക്കും ചിലതെങ്കിലും വാടി പോവാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പച്ചക്കറികൾ തൊലി കളഞ്ഞെടുക്കാനൊക്കെ നല്ല പാടാണല്ലേ. എന്നാലും അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രഷ് ആക്കി എടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പോലെ വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് വാടിപ്പോയിട്ടുള്ളൊരു കിഴങ്ങും ഇഞ്ചിയും നാരങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ഐസ് ക്യൂബ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഐസ് എല്ലാം ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പച്ചക്കറി എല്ലാം നന്നായിട്ട് ഫ്രഷായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വാടിപ്പോയിട്ടുള്ള പച്ചക്കറി ഉണ്ടെങ്കിൽ ഫ്രഷാക്കി എടുക്കാനും പറ്റും, പെട്ടെന്ന് തൊലി കളയാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഒട്ടും പച്ചക്കറി വേസ്റ്റ് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഞാനിത് കുറച്ച് സമയം മാത്രമേ ആ ഒരു ഐസ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഐസ് ഫുള്ളായിട്ട് മെൽറ്റായിട്ടില്ല. അപ്പോഴേക്കും തന്നെ എനിക്ക് ഒരു ഉരുളക്കിഴങ്ങായാലും നല്ല പോലെ ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇഞ്ചി നോക്കിയേ, ഇഞ്ചിയും അതേപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഇഞ്ചിയും അതുപോലെ തന്നെ ആ ഒരു നാരങ്ങയൊക്കെ നല്ല പോലെ വാടി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയ നാരങ്ങയൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പച്ചക്കറിയൊക്കെ വാടിയിട്ട് നമുക്ക് തൊലി കളയാൻ പറ്റാത്തതൊക്കെ ആയിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ശീമക്കൊന്നയുടെ ഇലയാണ് കേട്ടോ. ആദ്യമൊക്കെ എല്ലാ വീടുകളിലും നമ്മൾ വേലി കെട്ടാൻ ഉപയോഗിച്ചിരുന്ന ഒന്ന് തന്നെയാണ് ശീമക്കൊന്ന. പക്ഷേ ഇതിന് ഒട്ടനവധി ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു യൂസേജാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഗ്ലൈറിസീഡിയ സാപ്പിയം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ ശീമക്കൊന്ന ഇല തന്നെ മതി മഴക്കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ പെരുകുന്ന കൊതുകുകളെയും അവയുടെ കൂത്താടികളെയും എലികളെയൊക്കെ നശിപ്പിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൊതുകുകളെ എങ്ങനെ മാറ്റി നിർത്താമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് സന്ധ്യാസമയത്ത് ബെഡ്റൂമിൽ ഇതുപോലെ ഒരു ശീമക്കൊന്നയുടെ തണ്ട് ഇലയോട് കൂടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. മാത്രമല്ല ഒട്ടും കെമിക്കലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം. ഇതുപോലെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കതിന് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. ഇനി എലിയെ എങ്ങനെയാണ് ഈ ഒരു ശീമക്കൊന്ന ഇല വെച്ചിട്ട് നമ്മൾ കൊല്ലുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ശീമക്കൊന്നയുടെ ഇല എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപയോഗിക്കാത്തൊരു പാനാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ശീമക്കൊന്നയുടെ ഇല മാത്രമല്ല അതിൻ്റെ തൊലി നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇളം തണ്ടാണ്. അതാണ് ഞാൻ അതിൻ്റെ തൊലി യൂസ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല പോലെ മൂത്തിട്ടുള്ള കൊമ്പ് തന്നെ എടുക്കുക. ഈ ഇലയോടൊപ്പം തന്നെ അതിൻ്റെ തോല് കൂടി ഇട്ട് കൊടുക്കണം.
ആ ഒരു വലിയ തണ്ടിലുണ്ടായിരുന്ന ഇല മുഴുവനായിട്ട് ഞാൻ പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിനോടൊപ്പം തന്നെ എലിക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തും നമുക്ക് ഇതിലിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് എലിയുടെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള കപ്പ തന്നെയാണ്. ആ ഒരു കപ്പയിൽ നിന്നൊരു കുഞ്ഞ് പീസ് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് റൗണ്ട് ഷേപ്പിൽ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കട്ടിയില്ലാതെയാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനാണ്. ഈ ഒരു കപ്പയും അതുപോലെ തന്നെ ആ ഇലയൊക്കെ നല്ല പോലെ വെന്ത് ഇലയുടെ സത്തെല്ലാം കപ്പയിലോട്ട് വരണം കേട്ടോ. ഞാൻ ആ കപ്പ മുഴുവനായിട്ട് കുഞ്ഞു പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിലൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പ ഇല്ല എങ്കിൽ ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നല്ല ആയിട്ടൊന്ന് വേവിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ആ ഒരു ശീമക്കൊന്നയുടെ ഇല നല്ല പോലെ വെന്ത് വരണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ധാന്യമായാലും കപ്പയായാലും അതിൻ്റെയൊക്കെ ഒരു കളറ് നല്ലപോലെ ഗ്രീൻ കളറായിട്ട് വരികയും വേണം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് തിളക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം എടുത്തിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് തിളച്ച് വെള്ളത്തിൻ്റെ കളറൊക്കെ ഒരു ഗ്രീൻ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ ഗ്രീനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. കപ്പയായാലും കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കപ്പയുടെ കഷ്ണങ്ങൾ മാത്രം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു കുഞ്ഞ് അടുക്കള വെച്ചിട്ട് കപ്പയുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചെറിയൊരു കവറിൻ്റെ പീസിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ചീമക്കൊന്നയുടെ സ്മെല്ലുണ്ടല്ലോ, നമ്മുടെ കിച്ചണിൽ ആകെ ആ ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ. ആ ഒരു സ്മെല്ല് കൊണ്ട് നമ്മുടെ കിച്ചണിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ ഞാനിത് ആ കപ്പ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇതേപോലെ ഒരു പീസിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഇലകൾ മാറ്റിയെടുത്തതിന് ശേഷം ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് കുഞ്ഞ് പ്രാണികളൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി. ചൂടാറി കഴിഞ്ഞാൽ എലി വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ എലി തീർച്ചയായിട്ടും ചത്തുപോകും കേട്ടോ. ഞാനിതുപോലെ ഉണക്കി എടുത്തേക്കാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ചൂടോടുകൂടി ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതെനിക്ക് നല്ലപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഉണങ്ങിയപ്പോൾ പോലും ഈ ഒരു കപ്പയുടെ കളറൊക്കെ നല്ലൊരു ഗ്രീൻ കളർ തന്നെയാണ് ഉള്ളത്. ആ ഒരു ശീമക്കൊന്നയുടെ സ്മെല്ലും ഇതിനുണ്ട് കേട്ടോ. ഇതുപോലെ ഉണക്കിയതിന് ശേഷം എലി വരുന്ന ഭാഗങ്ങളിലെല്ലാം നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ എലി ശല്യം ഉള്ളത് ഗ്യാസ് സ്റ്റൗവിന് താഴെയും നമ്മളെ ഷെൽഫിൻ്റെയൊക്കെ താഴ്ഭാഗത്തൊക്കെയാണ് കേട്ടോ. അതുപോലെ പച്ചക്കറി സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്തൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ആ ഒരു ഭാഗത്തെല്ലാം ഞാൻ ഇതുപോലെ 1-2 പീസൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയാണോ എലിശല്യം കൂടുതലായിട്ടുള്ളത് ആ ഒരു ഭാഗത്തെല്ലാം നിങ്ങൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.